രാഹുൽ മാങ്കൂട്ടത്തിലിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത DYSP സഹിതം ഒരുപാട് പേര് പറപ്പിച്ചു, ജില്ല വിട്ട് പറപ്പിച്ചു എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് മാധ്യമങ്ങളിൽ നിലവിളി കേൾക്കും. ഈ മാധ്യമങ്ങളിൽ വന്നത് ദേശാഭിമാനി വാർത്ത എടുത്ത് വായിക്കുകയാണ് ഇവർ ചെയ്തത്. ഇന്നത്തെ ദേശാഭിമാനിയിലാണ് ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത്. അവരുടെ കാലത്ത് എല്ലാം വളരെ ക്ലീൻ ആയിരുന്നു, എല്ലാം ക്ലീൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് വാർത്തയാണെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ട DYSP പറഞ്ഞതല്ല DYSPമാരുടെ സ്ഥലമാറ്റത്തിലെ യഥാർത്ഥ വാർത്ത. അതായത് CPMന്റെ കാലത്ത് ഏറ്റവും ഉന്നത പദവിയിൽ വിരാജിച്ചിരുന്ന, ഏറ്റവും മന്ത്രിമാരെ വിശ്വസ്തരായിട്ടിരുന്നിട്ടുള്ള, അവർക്ക് വേണ്ടി എന്ത് വിടുപണിയും ചെയ്ത് ജനങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോഴും താക്കോൽ സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവര് ചോദിച്ചതിനപ്പുറം കൊടുത്ത് അവരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മുരളീധരൻ നെന്മാറ ഇരട്ടക്കൊലക്കേസ് അന്വേഷിച്ച DYSP ആണ്. അയാള് മിടുക്കനാണൊക്കെയാണ്. അയാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതും ഈ നാട് മുഴുവൻ തെളിവെടുപ്പിന് കൊണ്ടുപോയതും തിരുവല്ലായി വെച്ച് DYFIക്കാർക്ക് എറിയാൻ അവസരം ഉണ്ടായി. അപ്പോൾ അയാളെ ഇപ്പം ജില്ലയ്ക്ക് പുറത്തേക്ക് പറപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത. ഞാൻ ചോദിക്കുന്നത്, ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥരെ അവർ നിയോഗിക്കും, അല്ലേ? അത് LDF അക്കാര്യത്തിൽ വല്ല വ്യത്യാസം അവരുടെ ആൾക്കാരെ മാത്രമാണ്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് വിധേയത്വം പറയുന്നതിനെ മാറ്റും. അതെ. പിന്നെ വേറൊരു കാര്യം കൂടി, ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റരുതെന്ന് എവിടെങ്കിലും പറഞ്ഞു? എവിടെങ്കിലും. ഇതിപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് മാറ്റിയ സ്ഥലം മാറ്റമാണ്. ആ സ്ഥലം മാറ്റിയ ആളെ വീണ്ടും മാറ്റരുത്, തിരികെ മാറ്റരുത്, അല്ലെങ്കിൽ വേറൊരിടത്തേക്ക് മാറ്റരുതെന്ന് ഇന്നാട്ടിൽ എവിടെങ്കിലും. ഇതിനെല്ലാം മറുപടി PK ശ്രീമതി ടീച്ചർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. KK രാഗേഷ് നമ്മുടെ ദിവ്യാസയ്യരെ മാറ്റി കിടന്ന് കരഞ്ഞപ്പോഴും പറഞ്ഞു, അങ്ങനെ കരയരുത്, ഇത് സർക്കാരിൻ്റെ ഒരു രീതിയാണ്. സർക്കാർ മാറുമ്പോൾ ആളെ മാറും. ഉദ്യോഗസ്ഥന്മാർ ജീവിതകാലം മുഴുവൻ അവർ പോസ്റ്റ് ഇരിക്കുന്നതും അല്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണമായിരുന്നു എന്ന് ശ്രീമതി ടീച്ചർ എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. അല്ല, ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ തൊട്ടവൻ പറപ്പിക്കും. കാരണം എന്താണ്? രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ അംഗമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അയാൾ നിലവിൽ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ തുടരുകയാണ്. ഇതിപ്പോൾ ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും അയാൾ ആ പാർട്ടിയിൽ അംഗമാണ്. അയാൾക്ക് ഈ കോൺഗ്രസിൽ നല്ല സ്വാധീനമുണ്ട്, ഭരണത്തിനും സ്വാധീനമുണ്ട്. അയാൾ അതനുസരിച്ച് അയാൾ മുന്നോട്ട് നീങ്ങും. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാത്ത കേസൊക്കെ ഉണ്ടാക്കി അയാളുടെ തലയെ വെച്ച് കൊടുത്തേച്ച് അയാൾക്ക് ചീമൊട്ട എറിയാൻ തക്കതായിട്ട് കൊണ്ട് നിർത്തി കൊടുത്ത ഉദ്യോഗസ്ഥനാണ്. ജില്ലയ്ക്ക് പുറത്തേക്ക് തെറിച്ചെന്നിരിക്കും. പക്ഷേ അവിടെ അതല്ല ഇവിടുത്തെ വാർത്ത. ശബരിമല യുവതീ പ്രവേശന സമയത്ത് ഈ യുവതികളെ കയറ്റാൻ ഒത്താശ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, അയാളെ ഇപ്പോൾ SHO സ്ഥാനത്ത് നിന്ന് DYSP ആക്കി മാറ്റി സ്ഥാനക്കയറ്റം കൊടുത്തു എന്ന് മാത്രമല്ല, അയാളെ ചങ്ങനാശ്ശേരി പെരുന്നയ്ക്ക് നിയമിച്ചിരിക്കും. ആ DYSP ചങ്ങനാശ്ശേരി, അതായത് നമ്മുടെ പോപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു നിയമനം അവിടെ നടത്തി കൊടുത്തിരിക്കും. പോപ്പ് ആവശ്യപ്പെടുന്നവരെ ചങ്ങനാശ്ശേരി ഇരുത്താറുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ നാമജപ ഘോഷയാത്ര ആദ്യം നടത്തിയത് പോപ്പ് സംഘമായിരുന്നല്ലോ. അതെ, അതാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ, നാമജപ ഘോഷയാത്രയ്ക്കും ശബരിമല ആചാര ലംഘനങ്ങൾക്കും കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെ, അന്ന് SHO ആയിരുന്ന അയാളെ ഇപ്പോൾ SHO അല്ല, അന്ന് അയാൾ എനിക്ക് തോന്നുന്നു SI ആയിരുന്നു. അയാൾക്ക് ഇപ്പോൾ പ്രൊമോഷൻ ആയി കഴിഞ്ഞപ്പോൾ അയാളെ ഇവിടെ കൊണ്ടുവന്ന് DYSP ആക്കി പോസ്റ്റ് ചെയ്തിരിക്കും. ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. അതായത് ഈ പറയുന്ന 2 സ്ത്രീകളുണ്ടായിരുന്നല്ലോ ശബരിമല പോയ, ഒന്ന് രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മണിയും അടക്കമുള്ളവരെ അവിടെ കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അന്ന് നമുക്കറിയാം കോട്ടയം SP ആയിരുന്ന ഹരിശങ്കറാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. ഇതിൻ്റെ ഫുൾ നിർവഹണവും നടത്തിയതും ഇതിൻ്റെ ബുദ്ധി കേന്ദ്രവും ഹരിശങ്കറായിരുന്നു. അത് MRI ജൂനിയർ. കാരണം ഇയാൾ ഡയറക്റ്റ് ആണ് അന്ന് ഇടപെട്ടത്. അതിന് കൃത്യമായിട്ട് എനിക്കറിയാം. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പോലീസുകാർ അന്ന് തന്നെ നമ്മളോട് പറഞ്ഞതാണ്, ഈ ഹരിശങ്കറാണ് ഇത് മുഴുവൻ. മനീതി സംഘത്തെ ഇടപെടുത്തി കൊടുത്ത ഹരിശങ്കറിൻ്റെ അപ്പനായിട്ടുള്ള ശങ്കർദാസ് ആയിരുന്നു. ഈ മനീതി സംഘത്തെ എത്തിക്കാനുള്ള ചുമതല മുഴുവൻ ഏറ്റെടുത്തതും മനീതി സംഘത്തെ മുഴുവൻ റൂട്ട് നളിച്ച് കൊണ്ടുപോയതും ഇയാളായിരുന്നു. ഇതിൻ്റെ പേരിൽ എരുമേലിയിലെ മുണ്ടക്കയത്ത് ഈ മനീതി സംഘമായിട്ട് വന്ന വാഹനം തടഞ്ഞതിൻ്റെ പേരിൽ അവിടുത്തെ കള്ളക്കേസ് എടുത്തു. അവിടുത്തെ യുവമോർച്ച BJP പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരെ ആ കള്ളക്കേസ് എടുപ്പിച്ചത് ആദ്യം ജാമ്യമുള്ള വകുപ്പിട്ട് കേസെടുപ്പിച്ചു. പിന്നീട് ഇയാൾ വിളിച്ചു പറഞ്ഞ് അവിടുത്തെ ഉദ്യോഗസ്ഥനെ കൊണ്ട് രണ്ടാമത് ജാമ്യമില്ല വകുപ്പിട്ട് കേസെടുപ്പിച്ചു. അത് കോടതിയിൽ ആ കേസ് തള്ളിപ്പോവുകയും ചെയ്തു. അത്തരം പരിപാടികൾ നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരെയൊക്കെ ഇപ്പം കൊണ്ടുവന്ന് താലത്തിൽ ഇരുത്തി അവിടെ കൊണ്ടുവച്ചിരിക്കും. ഞാൻ ഈ ലിസ്റ്റ് മുഴുവൻ, ഞാൻ നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയും. നമ്മൾ ആ ലിസ്റ്റ് മുഴുവൻ ഒന്ന് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത്, CPM സർക്കാരിൻ്റെ കാലത്ത് അവരുടെ കണ്ണിലുണ്ണിയായിരുന്നു ഉദ്യോഗസ്ഥർ മുഴുവൻ. അവർ ചോദിച്ച പോസ്റ്റിൽ
ഏറ്റവും നല്ല സ്റ്റേഷനുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികൾ അവരാവശ്യപ്പെട്ട സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ പത്തനംതിട്ടയിൽ കൊണ്ടിരുത്താൻ വേണ്ടി കട്ട കോൺഗ്രസ് ഫാമിലിയിൽപ്പെട്ട ഒരു DYSPക്ക് പറഞ്ഞു വെച്ചിരുന്ന സ്റ്റേഷൻ മാറ്റി എന്ന് മാത്രമല്ല, അന്ന് അങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് ഇവിടേക്ക് വരേണ്ട കോൺഗ്രസ് പശ്ചാത്തലമുള്ള DYSP ഇപ്പോഴും വടക്കൻ ജില്ലയിൽ കിടക്കും. അപ്പോൾ ഇവിടെ ആരിയിരിക്കുന്നു? CPM-ന്റെ തലതൊട്ടപ്പന്മാരുടെ എല്ലാം പ്രിയങ്കരനായ ആൾ ആ പോലീസ് നിങ്ങളെ ഏരിയയിലാകുമ്പോൾ വാസവൻ ശിഷ്യന്മാരായിരിക്കുമല്ലോ എല്ലാം. അതെ അതെ, അത് തന്നെ. അതുപോലെ തന്നെ വാസവന് വേണ്ടി എന്ത് വിടുപണിയും ചെയ്ത് കോട്ടയത്തിരുന്ന ഒരു DYSP ഉണ്ട്. അയാളെ തിരികെ അവിടെ തന്നെ കൊണ്ടുവച്ചിരിക്കും. അങ്ങനെ ഓരോ സർക്കാരും ഭരണത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വിടുപണി ചെയ്ത് ഇപ്പം നമ്മുടെയൊക്കെ വിചാരം എന്താണെന്നറിയോ? ഇപ്പം ഈ കോൺഗ്രസ് അനുകൂല സംഘടന ഉയർത്തെഴുന്നേൽക്കും, പോലീസ് അസോസിയേഷൻ. എന്നിട്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ, കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഉയർന്ന, ഇവർക്ക് എല്ലാ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഇവരെല്ലാം വലിയ വലിയ പോസ്റ്റുകൾ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്തോ പറ്റി, ഇവരെല്ലാം ഇപ്പോഴും പോസ്റ്റിങ്ങിന് കരഞ്ഞു വിളിച്ച് നടക്കുന്നു. ഈ പറയുന്ന CPM-ന്റെ കാലത്ത് ഉന്നത പോസ്റ്റിൽ ഇരുന്ന ആൾക്കാർ മുഴുവൻ അവർക്ക് ഇപ്പോൾ അതിനേക്കാൾ നല്ല സ്റ്റേഷനുകൾ. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് എത്രയും പേരെ ജാതകം നോക്കാൻ പറ്റുമെന്നാണ്. ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കോൺഗ്രസ്സുകാരായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ചില അസ്മാദികളുണ്ട്. ഇവരാണ് ഇതിനെ ചുക്കാൻ പോസ്റ്റിംഗ് നടത്തുന്നത്. ഇവരാണ് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് നടത്തുന്നത്. ഇവരിങ്ങനെ ചുറ്റി നടന്ന് ഇവരോടൊക്കെ പോസ്റ്റിംഗ് വേണോ പോസ്റ്റിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് വേണ്ടിയാണ് ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൊണ്ടുവന്നിടത്ത് എല്ലാം ബഹളമായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തു നിന്നും ഓരോ ആൾക്കാർ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ്. കോൺഗ്രസ് കഴിഞ്ഞ സർക്കാരിന് ഞങ്ങളുടെ തലയടിച്ച് കീറിയതാണ്, നിങ്ങൾ താണ്ട് വീണ്ടും ഞങ്ങളുടെ മണ്ടയ്ക്ക് കൊണ്ടുവച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? അല്ല, ഇത് ചെന്ന് പറയും ഇന്നോട്ട് ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അത്രേ ഉള്ളൂ. അവിടെ അല്ല, അത് നേതാവിന്റെ വിശ്വസ്തനല്ല, ഈ അസ്മാദികളാണ് ഇവരെ എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നത്. കോൺഗ്രസിൽ ഇത് നടക്കും, CPM-ൽ ഇത് നടക്കില്ല. പാർട്ടി ഇടപെടും. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ശുപാർശ കത്ത് കൊടുക്കുന്നത്. വേറെ ഒറ്റ ആൾക്കും ശുപാർശ അധികാരം. ജില്ലാ സെക്രട്ടറി ഇവരെയൊക്കെ നേർവഴിക്ക് നടത്തേണ്ട ചുമതല അവർക്കാണ്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. MLA അല്ല മന്ത്രി പറഞ്ഞാൽ പോലും ജില്ലാ സെക്രട്ടറിയുടെ കത്തനുസരിച്ച് മാത്രമേ അവിടെ പോസ്റ്റിംഗ് ആൻഡ് പ്രൊമോഷനോ പോസ്റ്റിംഗ് നടക്കത്തുള്ളൂ. പോസ്റ്റിംഗ് ആൻഡ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ആളെ ഇവിടെ വയ്ക്കാൻ പറയും. അങ്ങനെ ഇവിടെ പിന്നെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ അവസ്ഥയായതുകൊണ്ട് അതാണ്. ഇതിപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ശബരിമല യുവതികളെ കൊണ്ട് ശബരിമല യുവതീ പ്രവേശനെതിരെ വലിയ പടപൊരുതിയ ആൾക്കാരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, അല്ലേ? ഇവിടുത്തെ ഈ പറയുന്ന NSSകാർ. NSSന്റെ തട്ടകത്തിൽ തന്നെ അങ്ങനെ ഒരാളെ കൊണ്ട് വെച്ചിരിക്കും. അതാണ് മനസ്സിലാവാത്തത്. സുകുമാരൻ നായരുടെ ശുപാർശ പ്രകാരമാണോ ഇയാളെ നിയമിച്ചത്, അത് സുകുമാരൻ നായർക്ക് പണിയെടുക്കാൻ വേണ്ടി കൊണ്ട് വെച്ചാണെന്നുള്ളത് അന്വേഷിച്ച് നോക്കി അറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. എന്നാൽ ഇതിനിടയ്ക്കൂടെ അത്യാവശ്യം ആൾക്കാർക്ക്, കോൺഗ്രസ് അനുഭവമുള്ള ആൾക്കാർക്ക് അവർ ചോദിച്ച സ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഇവിടുത്തെ സബ് ഡിവിഷനുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൂടുതലും ഇതാണ് ഈ പറഞ്ഞ ആൾക്കാരാണ്. 10 പേരെടുക്കുമ്പോൾ 6 പേരും ഈ പറഞ്ഞ പഴയ CPM ശിങ്കടികളാണ്. അപ്പം ഇന്നലെ എന്നോടൊരു ഉദ്യോഗസ്ഥൻ വിളിച്ചായിരുന്നു. ഞാൻ ഉദ്യോഗസ്ഥൻ്റെ പേര് പറയുന്നില്ല, കാരണം അദ്ദേഹം എന്നോട് ഇതായിട്ട് പറഞ്ഞു, നീകളൻ്റെ പേരൊന്നും പറഞ്ഞോളയല്ലത്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇവരുടെ LDF ഭരണകാലത്തെ അവരുടെ കണ്ണിലുള്ളിയും ഒരു മന്ത്രിയുടെ അടുത്ത ആളുമായിരുന്നു. ഒരു മന്ത്രിയെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം ഇവർക്ക് വേണ്ടി കോൺഗ്രസ്സുകാർക്കെതിരെയൊക്കെ കള്ളക്കേസും ഒക്കെ എടുത്ത ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഭയങ്കര ശേഷം കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര ശേഷം കിട്ടിയപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങളാൾ കൊള്ളാമല്ലോ, നിങ്ങൾ അവിടെ 4 കാലിൽ ഇവിടെ 4 കാലിൽ, എൻ്റെ പൊന്നു സഹോദരൻ എന്നെ ദ്രോഹിക്കരുത്, എനിക്കൊരു ശേഷം കിട്ടിപ്പോയി, നിങ്ങൾ എന്നെ ദ്രോഹിക്കരുത്. എന്നെ കഴിഞ്ഞ തവണ എൻ്റെ CPM-കാർ എന്നെ ദ്രോഹിച്ച്, എൻ്റെ അവസാന കാളുകളിൽ എന്നെ അവർ ദ്രോഹിച്ച് എന്നെ സസ്പെൻഡ് ചെയ്ത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, സമ്മതിക്കുന്നു. പക്ഷേ എന്നാലും ഇത് ഇച്ചിരി കടന്ന കൈയാണ്. ഇവിടെ പാവപ്പെട്ട കോൺഗ്രസ്സുകാർ ഇഷ്ടം പോലെ ആണ് പണിയില്ലാതെ അതിലേക്ക് നടക്കുന്നത്. നിങ്ങളെ ഈ CPM-കാരെല്ലാം കൂടി ഇതിനകത്തോട്ട് കുത്തിക്കയറിയാൽ വീണ്ടും എങ്ങനെയാണെന്ന് കോൺഗ്രസ് ആയിക്കോളും പുള്ളി. അതായത് കോൺഗ്രസ് ആയിട്ടും ഇതൊന്നുമല്ല, ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെ നോമിനികൾ. ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ഈ കോൺഗ്രസ്സുകാരെ പിടിച്ചു കൊടുക്കാനും ഇപ്പോൾ ബ്രിട്ടീഷ് പോലീസുകാരെ വിളിച്ചുകൊണ്ടുവന്ന് ഇവർ പൊളിച്ചിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാനും നടന്ന ആളുടെ സ്വാതന്ത്ര്യ ഇടേൻ്റെ പുറകെ കോൺഗ്രസ് ആക്കാൻ പറയാവുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെ വേറെ ബാക്കിയാണ് ഇപ്പോഴും തുടരുന്നു. നമ്മളിത് പറയുമ്പോൾ പ്രേക്ഷകരായിരിക്കും, എടാ ഇവിടെ കോൺഗ്രസ്സുകാരായിട്ടുള്ളവനെ ലോക്കൽ നിയോഗിക്കാവൂ എന്നുണ്ടോ? അങ്ങനൊന്നും ഇല്ല. ഇവിടെ അങ്ങനെ സംഭവമില്ല, ആരെയും നിയോഗിക്കാം. പക്ഷേ CPM ഇവിടെ തുറന്നു വരുന്ന ഒരു പാതയുണ്ട്. ആ പാത അനുസരിച്ച് അവരുടെ ആൾക്കാരെ കൊണ്ട് ഇവിടെ വെച്ചിട്ട് പാവപ്പെട്ടവരെ ദ്രോഹിക്കുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഇനിയെങ്കിലും അതുകൊണ്ടാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഫോൺ വിളിച്ച് നേരെ ചെന്നിത്തലയോട് ചോദിക്കുകയാണ്, ഇത്രയും നാളും ഞങ്ങൾ അടി കൊണ്ടു, ഇനിയും ഞങ്ങൾ ഇവന്മാരെ അടി കൊള്ളണോ? ഇവനെ ഇപ്പം ഇവിടുന്ന് മാറ്റണോ? ഒരു CIക്കെതിരെയാണ്, അയാളെ മാറ്റി അവിടുന്ന്.
ഇവനെ ഇപ്പൊ ഇവിടുന്ന് മാറണമെന്ന് അയാൾ ഫോണിൽ കൂടെ പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ അടുത്ത ആൾ ചോദിക്കുന്നത് ആരെയാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചെന്നിത്തലയാണ് വിളിച്ചത്. ചെന്നിത്തല യാതൊരു ബഹുമാനവും ഇല്ല, അല്ലെ മിനിസ്റ്ററാണെന്ന് ഒന്നും പറയുന്നില്ല, ചെന്നിത്തലയാണ് വിളിച്ചതെന്ന് പറയുന്നത്. അല്ല, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ യുവതലമുറ ഡൽഹിയിൽ സംഭവിച്ച പോലെ നാളെ കേരളത്തിൽ സംഭവിച്ചുകൂടുന്നൊന്നും, അന്ന് നിങ്ങളെയൊക്കെ കട്ടാലമായിരിക്കും എന്നുള്ള ഉറപ്പാണ്. ഈ പരസ്പരം ഒത്തുകളിച്ച് രണ്ട് മുന്നണികളും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴേ ചിലപ്പോൾ അവസാനം അതിൻ്റെ വലിയ മാറ്റം സംഭവിക്കും. അതാണ് ഇത്രയും വലിയ അട്ടിമറി നടത്തി ഈ CPM-കാരായിട്ടുള്ള അവരുടെ കാലത്ത് കോൺഗ്രസ്സുകാരെ ദ്രോഹിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് ഈ പോസ്റ്റുകളിൽ കൊണ്ട് വെച്ചിട്ട് ദേശാഭിമാനി എഴുതിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയ ആളെ മാറ്റിപ്പോയി. അവരൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ചെറുതല്ലേ, സത്യത്തെ അടുത്ത ഒരു ജില്ലയിലോട്ട് മാറ്റിയെന്നല്ലേ ഉള്ളൂ. അതെ, നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നവർ മൊത്തം കണ്ടെടുത്ത് കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നിലവിൽ ഭരണം മാറിയ ഒരു എഫക്റ്റ് കേരളത്തിൽ ഇല്ല, അതിനിയോട്ട് ഉണ്ടാകത്തുമില്ല. കാരണം ഇവർ ഡീലിംഗ് ആണ് മൊത്തം. ഇത് രണ്ട് കൂട്ടരും തമ്മിലുള്ള ഡീലിംഗ് തുടരുകയാണ്. അവിടെ ഒന്നും സംഭവിക്കാൻ പോകും.